തോറ്റതെങ്ങനെയെന്ന് കൃത്യമായിട്ട് CPIM പഠിച്ചു. വളരെ താഴെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങി സംസ്ഥാന കമ്മിറ്റി കാരണം കണ്ടെത്തി, അല്ല കാരണങ്ങൾ കണ്ടെത്തി. കാരണങ്ങൾ പലതുണ്ട്, പലവിധമുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും കാര്യം ഒന്നാണ്. കാര്യം കൃത്യമായിട്ട് ജനങ്ങളോട് സംവദിക്കാൻ കഴിഞ്ഞില്ല, അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. ഒന്നാമതായി വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ജനങ്ങൾക്ക് മനസ്സിലായില്ല. അതല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടി മൊത്തത്തിലാണ്. വ്യക്തിപരമായി ആരും അതിന് ഉത്തരവാദിയല്ല. ആരെയും വ്യക്തിപരമായിട്ട് അക്കാര്യത്തിൽ വിമർശിക്കേണ്ടതും ഇല്ല. മറ്റൊരു കാര്യം ഒരു അവബോധമാണ്. ആ അവബോധം സൃഷ്ടിക്കപ്പെട്ടതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ പങ്കുണ്ട്. മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അവരുടേതായ പങ്കും ഉണ്ട്. എന്താണ് ആ അവബോധം എന്ന് പറയാം. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗിയുടെ സന്ദേശം വായിച്ചു. വെള്ളാപ്പള്ളിയെ ഊക്കിൽ വിമർശിച്ചില്ല. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് എതിരാണ്, മുസ്ലിം വിരുദ്ധമാണ് എന്ന ഒരു അവബോധം സൃഷ്ടിക്കപ്പെട്ടു. കൂട്ടത്തിൽ SIR പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ് എന്ന ഒരു അവബോധം കൂടി സൃഷ്ടിക്കപ്പെട്ടു. ഇതും മുസ്ലിങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു അവബോധമായിരുന്നു. ഇനിയും മറ്റൊരു അവബോധം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ പാർട്ടി തക്കതായ സമയത്ത് കൃത്യ നടപടി എടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്കായില്ല. പാർട്ടിക്കായില്ല എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കപ്പെടേണ്ടതില്ല, ഒരാൾക്കും വ്യക്തിപരമായി അതിൽ ഉത്തരവാദിത്തമില്ല എന്ന അവബോധവും നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റി എന്ന് ജില്ലാ കമ്മിറ്റി തന്നെ സമ്മതിച്ചതാണ്. അതുകൊണ്ട് വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട, ആവശ്യമില്ലാത്ത അവബോധങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കുകയും വേണ്ട. പിന്നെ 30 മണ്ഡലങ്ങളിൽ UDF-ഉം BJP-യും തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെയാണെങ്കിൽ LDF-ന് UDF-ന്റെ പേരിൽ BJP ഡീൽ ആരോപിക്കാമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധി എന്തിന് മാപ്പുസാക്ഷിയായി നിന്നുകൊടുത്തു എന്ന അവബോധവും പാർട്ടി പരിഗണിച്ചിട്ടില്ല. ചുരുക്കത്തിൽ ഇത്രയൊക്കെയാണ് കാരണങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് കാരണങ്ങൾ. ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു, എന്നാൽ അസംതൃപ്തിയുടെ അന്തർധാര ശക്തമായിരുന്നു. ഗോവിന്ദമാഷ് പത്രസമ്മേളനം നടത്തിയത് പച്ച മലയാളത്തിലാണ് നമ്മളൊക്കെ കേട്ടത്. പക്ഷെ എന്നാലും അതിന്റെ ഇടക്ക് ഒരു പത്രപ്രവർത്തകൻ, ഒരു മാധ്യമ പ്രവർത്തകന് ചോദിക്കുന്നുണ്ട്, ഇതൊന്നും മലയാളത്തിൽ പറഞ്ഞു തരുമെന്ന്. അപ്പൊ അതുകൊണ്ട് പച്ച മലയാളത്തിൽ ചില സംഗതികളോട് പറയാണ്. ഈ CPM-കാർ, കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ ഇടതുപക്ഷമാണ് എന്നാണ് പറയണത്. നിങ്ങൾ ഇടതുപക്ഷമാണെങ്കിൽ, അങ്ങനെ നിങ്ങൾക്കൊരു ന്യായം ഉണ്ടെങ്കിൽ, നിങ്ങൾ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ നടപ്പിലാക്കാൻ നടക്കുന്നവരാണെങ്കിൽ ജനങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇടതുപക്ഷം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് ചില കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുക്കാതെ വരുമ്പം ജനങ്ങൾ വഴിയിൽ തടയും, നിങ്ങളോട് ചോദ്യം ചോദിക്കും, നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. വെള്ളാപ്പള്ളി നടേശന് നിരന്തരം വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മനുഷ്യന്മാരൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനോട് നിയന്ത്രണം വെക്കി, ഒന്ന് അടക്കം കെട്ടി നിങ്ങളോട് പറഞ്ഞ്. അപ്പോൾ ഒക്കെ നിങ്ങൾ ഉരുണ്ടും പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടന്ന്. മലപ്പുറം ജില്ലനെ പറ്റി വളരെ മോശമായ രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞ് നിങ്ങൾ അതിനൊന്ന് അടക്കം കെട്ടി, ഒന്ന് ആളെ പിടിച്ചു കെട്ടി, നിങ്ങൾ ചെയ്തില്ല എന്നല്ല. സാക്ഷാൽ പിണറായി വിജയന് മുഖ്യമന്ത്രി ആയിക്കൊണ്ട് തന്നെ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം കൊടുത്ത് ആ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ച് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഉരുന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ അങ്ങോട്ട് പൊക്കി മാറിപ്പോയി. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിനെ പറ്റി ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? അത് റോട്ടുമ്പോൾ ഇങ്ങനെ ഒരുത്തന് വെയിലത്ത് ബസർത്ത് വെള്ളം കിട്ടാതെ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി കൂട്ടി ഒടിച്ചാട്ട് വെള്ളം കൊടുത്താണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഗവൺമെന്റ് അല്ല, അത് ദേവസ്വം ബോർഡാണ് എന്ന് ന്യായം പറഞ്ഞ്. അല്ല ചെങ്ങൈമാരെ, ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് കീഴിലുള്ള സംഭവം തന്നെയല്ലേ? നിങ്ങൾക്ക് അതിന്റെ ഒരു വകുപ്പ് മന്ത്രി ഇല്ലയോ? ആ മന്ത്രി തന്നെ അല്ലേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്? യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് ആ മന്ത്രി തന്നെ അല്ലേനോ? ആ വകുപ്പ് മന്ത്രി തന്നെ അല്ലേനോ? നാട്ടിൻപുറത്തൊരു പ്രയോഗമുണ്ട്, തൂറിയല്ല പള്ളയെന്നോയാണെന്ന്. ഏതായാലും വെള്ളാപ്പള്ളി എന്താണ് ഏതാണെന്ന് മൂക്ക് മുന്നോട്ടായ മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ മാധ്യമവും മീഡിയവും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടത്. അപ്പൊ നിങ്ങൾ ഓരോ തീവ്രവാദിയാക്കാൻ നോക്കി, ഭീകരവാദികളാക്കാൻ നോക്കി, ദാവൂദിനെ ചുട്ടു തിന്നാൻ വേണ്ടി കനലൊരുക്കി നടന്ന്
അവസാനപ്പോൾ കൂടി കാര്യം മനസ്സിലായി വന്നു. ഇപ്പോ നമ്മുടെ ജയരാജൻ സഖാവ് പറയാണ്, വെള്ളാപ്പള്ളി 2 തോണിയിൽ കാലുകിട്ട് നിൽക്കുന്ന ആളാണ്, സമൂഹം അത് മനസ്സിലാക്കണം. സമൂഹം ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയത് സഖാവേ. മനസ്സിലാകാതെ പോയത് വേറെ ആർക്കുമല്ല, അത് നിങ്ങൾക്ക്. ഇനി പിന്നെ നിങ്ങൾ ഈ പറയുന്ന അവബോധം ഉണ്ടല്ലോ, അത് ഉണ്ടായതല്ല, നിങ്ങൾ ഉണ്ടാക്കിയതാ. മനുഷ്യന്മാരോട് മനുഷ്യന്മാർക്ക് തീരേണ്ട കുളത്തിൽ വർത്താനം പറയണം. അത് ഞാൻ മലയാളത്തിലല്ല പറയണമെന്ന് ചോദിച്ച കാര്യമില്ല. മനുഷ്യന്മാരെ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അധികാരം കിട്ടിയെന്ന് കരുതിയിട്ട് മനുഷ്യന്മാരെ കാണാത്ത കുളത്തിൽ പെരുമാറും ചെയ്യരുത്. നിങ്ങളെ പുരയിൽ വർത്താനം പറയണ മാതിരി മാറി നിൽക്ക്, കടക്ക് പുറത്ത് ഡാഷ് മോനെന്നൊക്കെ പറഞ്ഞാല് ജനങ്ങൾ പ്രതികരിക്കും, സാധാരണ മനുഷ്യന്മാർ പ്രതികരിക്കും. ആ പ്രതികരണമാണ് ഇപ്പൊ കണ്ടത്. 140-ൽ 35. നിങ്ങൾ എങ്ങനെയൊക്കെ കുത്തി പറഞ്ഞ് കമന്ന് കിടന്നാലും ഗോവിന്ദമാഷെ, ഈ തോൽവിയിൽ നിങ്ങൾക്ക് രണ്ടാക്കും കൃത്യമായ പങ്കുണ്ട്. നിങ്ങളെ പത്രസമ്മേളനവും പിണറായി വിജയന്റെ വർത്താനം പെരുമാറ്റവും ഒക്കെ ഒരു പ്രധാന ഘടകം തന്നെയാണിത്. നിങ്ങൾക്ക് വ്യക്തികൾക്ക് ഉത്തരവാദിത്തമല്ല എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു നടക്കാം. പക്ഷെ ഈ തോൽവിയിൽ നിങ്ങൾക്ക് രണ്ടാക്കും ഉത്തരവാദിത്തം ഉണ്ട്. നിങ്ങളതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. മനുഷ്യനെ കാണുമ്പോൾ ആട്ടുകൊട്ട് ചിരിക്കും, വർത്താനം പറയും, സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രിനെ പറ്റി നിങ്ങൾ എന്തൊക്കെ കളിയാക്കിയാലും മനുഷ്യന്റെ ഗുണം കാണിക്കും. ഇനിയിപ്പോ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ വലിയൊരു യോഗം വിളിച്ചു കൂട്ടുകയാണല്ലോ. എല്ലാ ഘടകങ്ങളെയും ചേർത്തിട്ടുള്ള യോഗത്തിനെ പറ്റി നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങളെ ഈ താഴെക്കിടയിലുള്ള സാധാരണ സഖാക്കൾക്ക് ഒരു വിവരം കൊടുക്കണം. എന്ന് വെച്ചാല് വെറുതെ ഇങ്ങനെ ന്യായീകരിക്കേണ്ട. സംഗതി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ചില തെറ്റൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. അതില് ഈ പിണറായി വിജയന്റെ ഭർത്താനും പെരുമാറ്റവും ഒക്കെ ഒരു തെറ്റ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് പിണറായി വിജയനെയോ CPM-നെയോ ഒക്കെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ, അതിൽ കാമ്പുണ്ടെങ്കിൽ വെറുതെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഓലെ തെറി വിളിക്കണ്ട. അങ്ങനെ തെറി വിളിച്ചിട്ട് നാട്ടിലുള്ള സ്നേഹവും ഐക്യവും ഒന്നും ഇല്ലാതാക്കണ്ട. ഒരുത്തൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനായിപ്പോയി എന്ന് കരുതിയിട്ട് ഓന്റെ മേൽ കുതിര കയറാൻ പോകണ്ട. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് തീവ്രവാദികളാണ് എന്ന് ഈ കാലത്തിനടക്ക് ഒരാൾക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതിന് പറ്റിയ ഒരു സംഗതിയും ഒരുത്തം കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഓരോ വൈക്ക് അങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളോ സാമൂഹ്യ സേവനങ്ങളോ ഒക്കെ ആയിട്ട് നടന്നോട്ടെ. പറ്റുമെങ്കിൽ ഓലപ്പുറം നല്ലോണം കൂടിയിട്ട് പണ്ട് കിട്ടിയ മാതിരി ഓലെ വോട്ട് നമുക്ക് കിട്ടുമോ നോക്കി നിങ്ങൾ പറഞ്ഞു കൊടുക്കി. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അയറ്റക്ക് മനസ്സിലാവും. കൊയ്തമാഷേ, സംഗതി നിങ്ങൾ നല്ലവർക്ക് പറഞ്ഞാൽ ഓർക്ക് തിരിയും. ഇനി അവസാനമായിട്ട് ഈ CPM-നെ വിമർശിക്കുന്നവരോട് ഞാൻ ഉൾപ്പെടെയുള്ള എന്നോടും കൂടിയാണ് പറയണത്. എന്ന് വെച്ചാൽ CPM-ന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഓല് തിരുത്തി തുടങ്ങിയിട്ടുണ്ട്, ഓല് ഇനിയും തിരുത്തും. പിന്നെ ഒരു സംഗതി കുറെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ഒരു തിരുത്തലൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിന് ഇത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഓർക്ക് ഒരു സമയം കൊടുക്കുക. ഓല് തിരുത്തും, നല്ല നിലയിൽ കാര്യങ്ങൾ മാറി മാറി വരും. നാടിന് വേണ്ടി, നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ട് ഓലെ കൊണ്ട് പറ്റുന്ന സംഗതികളൊക്കെ ഓല് ചെയ്യും. അതുപോലെ നമുക്ക് പറ്റിയ സംഗതി ഓലെ കൂടെ കൂടിക്കൊണ്ട് എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നല്ല ഒരു നാടിന് വേണ്ടി, നല്ല ഒരു നാളേക്ക് വേണ്ടി നമുക്ക് കൂട്ടമായിട്ട് പണിയെടുക്കാം.